ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ആക്ച്വലി പറമ്പിലിറങ്ങാൻ വേണ്ടിയാണ്. എനിക്ക് കുറച്ച് പേടിയാണ്, കാരണം ഇവിടെ കുറച്ച് ഇങ്ങനെ കാടൊക്കെ പിടിച്ച് കിടക്കുവാണ്. പക്ഷെ താഴോട്ട് ചെന്ന് കഴിയുമ്പോൾ ഒരു സൂപ്പർ തോടുണ്ട് ഗൈസ്, ഭയങ്കര രസമാണ് കാണാൻ. പിന്നെ നമ്മുടെ ഏലമൊക്കെ നോക്കി നമുക്ക് പോവാം. ഇതെന്താണെന്നറിയാമോ? ലാസ്റ്റ് ടൈം ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ നല്ല ഫ്രഷ് ഇലയായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ കുറച്ച് വാടിപ്പോയി ഗൈസ്. ഇത് അറിയാവുന്നവരെന്താന്ന് വെച്ചാൽ കമന്റ് ചെയ്തോ. ഞാൻ പറയട്ടെ, ഇതാണ് ഇഞ്ചി തോട്ടമാണ് ഗൈസ്. മഞ്ഞളാണ് ഗൈസ്, മഞ്ഞൾ, ഫ്രഷ് മഞ്ഞൾ. പറമ്പിലിങ്ങനെ ഒരുപാട് നമുക്ക് ഫ്രഷ് സാധനങ്ങൾ ഇങ്ങനെ കിട്ടും കേട്ടോ. എല്ലാം കാണിച്ചു തരാം. നമ്മൾ ഏലത്തോട്ടത്തിൻ്റെ നടുക്കാണ്. നിങ്ങൾ ഏലത്തിൻ്റെ ചെടി കണ്ടിട്ടുണ്ടോ? ഞാൻ ആക്ച്വലി ഇടുക്കി വന്നതിന് ശേഷം കേട്ടോ ഈ ഏലം ഇങ്ങനെ കൂട്ടിയാണ് ഉണ്ടാവുന്നതെന്ന് കാണുക. അപ്പം ഇതാണ് ഏലത്തിൻ്റെ ഇതിനാണ് നമ്മൾ പറിച്ച് ഉണക്കിയെടുത്തിട്ട് ഏലക്കായിട്ട് നമ്മുടെ പായസത്തിൽ ഇതിലൊക്കെ ഇടുന്നത്. അപ്പം എങ്ങനെയാണ് ഗൈസ് ഏലക്ക നിൽക്കുന്നത്? ഇത് മൊത്തം നമ്മുടെ ഏലമാണ്. ആക്ച്വലി താഴെ ഒരു തോട് കൂടിയുണ്ട്, നല്ല ഫ്രഷ് വാട്ടർ ഉണ്ട് ഗൈസ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പ്രൈവറ്റ് വാട്ടർഫോൾ പോലെയാണ് എനിക്കത്. കാരണം എനിക്ക് ഈ വെള്ളവും മലയൊക്കെ കാണുമ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആവും. എന്നെ പണ്ട് കോളേജ് ടൈമിലൊക്കെ മലയൊക്കെ കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആകുമ്പോൾ എൻ്റെ ഫ്രണ്ട്സ് തന്നെ പറയായിരുന്നു, നീ എന്നാൽ പിന്നെ മലയുള്ള ഒരു സ്ഥലത്ത് ഒരാളെ കെട്ടിപ്പൊക്കോളെ. അവസാനം പറഞ്ഞത് ഈ ഇടുക്കിയിലോട്ട് എന്നെ കെട്ടി വന്നു. എവിടെ തിരിഞ്ഞാലും മലയാണ്, വെള്ളമാണ്. പക്ഷെ എന്നാലും ഇത്ര നാളായിട്ടും എനിക്ക് എക്സൈറ്റ്മെന്റ് ഒന്നും മാറിയിട്ടില്ല. ഇപ്പോഴും ഞാൻ ഏതെങ്കിലും ഒരു മല എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ ഐ ടൂ മച്ച് എക്സൈറ്റഡ്. എനിക്ക് അറിഞ്ഞൂടാ, എന്തോ ഒരു മൈൻഡ് ഭയങ്കര കാമാക്കും എനിക്കത് കാണുമ്പോൾ. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെന്റ് കാണിച്ചു തരാം. നമ്മൾ ഓൾമോസ്റ്റ് എത്താറായി. വെള്ളത്തിൻ്റെ സൗണ്ട് എനിക്ക് ഇവിടെ നിന്ന് കേൾക്കാം. അത് കേൾക്കുമ്പോൾ തന്നെ ഞാൻ എക്സൈറ്റഡ് ആവുകയാണ്. ഞാൻ കാണിച്ചു കൊടുത്തരാം. നമുക്ക് വീട്ടിലത്തേക്ക് വേണ്ടി അത്യാവശ്യം എല്ലാം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ചേന ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ മഞ്ഞളുണ്ട്, ഇഞ്ചിയുണ്ട്, വേറൊരു പറമ്പിൽ നിറയെ പയറുണ്ട്. നമുക്ക് ഒരു ദിവസം വീട്ടിലത്തേക്ക് വേണ്ട എല്ലാം നമ്മുടെ ഈ പറമ്പിൽ ഇറങ്ങി വന്നാൽ തന്നെ കിട്ടും കേട്ടോ. നിങ്ങൾ ചിലപ്പോ ഇത് കാണുമ്പോ എനിക്ക് പട്ടാതെല്ലാം വിചാരിക്കും. പക്ഷെ നമ്മുടെ പറമ്പിൽ തന്നെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര വന്നിരിക്കാനും ഇങ്ങനെ എത്രയോ കാര്യം ഭയങ്കര രസമാണ്. നല്ല ഫ്രഷ് ആണ്. പക്ഷേ കുളിക്കാൻ പറ്റില്ല കേട്ടോ, തൊടാൻ പറ്റത്തില്ല. അത് തണുപ്പുള്ള വെള്ളമാണ്. വെള്ളം തണുപ്പിലൊക്കെ പറഞ്ഞല്ലോ ഭയങ്കര തണുപ്പാണ്. ഇവിടെ പോവാൻ പാടെ കുറച്ച് സമയം കിട്ടിയുള്ളൂ. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പിന്നെ എപ്പോഴും കാണിച്ചു. എക്സൈറ്റ്മെന്റ് ആയിരുന്നു ഗൈസ്. വന്ന പോലെ അല്ല മേലേക്ക് പോകേണ്ടത്, ഒന്നുപോലെ ഇങ്ങനെ കിടക്കുക. അതൊക്കെ കയറി പോണം. അടുത്ത് ആ വീട്ടിൽ പോവാ. എല്ലാ എക്സൈറ്റ്മെന്റും പോകും.